എന്ത് പറയാ, ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കറണ്ട് ചാർജ് അതുപോലെ വില കൂടി, നമ്മളെ നിത്യചെലവിന് ബുദ്ധിമുട്ടാണ് എല്ലാവരും. അടച്ചേ മതിയാകുന്നു തന്നെ അല്ലേ? തീർച്ചയായും അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പിടിയില്ല. കുറെ കാലം കൊണ്ട് കൂട്ടായില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. 16 വയസ്സ് വലിയ വിഷയമുള്ള കേസല്ല, കുഴപ്പമില്ലാന്ന് തന്നെയാണല്ലേ? 16 വയസ്സ് കാര്യം ഇപ്പം ഒരു 3-4 കൊല്ലം കൊണ്ട് എന്തായാലും കറണ്ട് ചാർജ് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം 16 വയസ്സ് ഒരു വിഷയമല്ല. യൂണിറ്റിന് 16 പൈസ കൂട്ടിയേ വൈദ്യുതിയാ ഞാൻ ഇതൊന്നും ഒന്നും അറിഞ്ഞില്ല. ഒരു ഓട്ടം വന്നതാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ അത്? ബാധിക്കും. അത് പിന്നെ നമ്മളെ ബാധിക്കണ സംഭവം തന്നെ. വേറെ ഒന്നും എനിക്കൊന്നും പറയാനില്ല. ഇത് തന്നെ കൊണ്ടിടക്കണ പാടം വെക്കാൻ അതിന്റെ ഇടയ്ക്ക് അതും കൂടെ കൂടിയുള്ള അതാണ്. പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. ഇത് അവസ്ഥ ഇപ്പൊ ഇവിടുത്തെ പൊതുവിൽ ഇവിടെ കച്ചവടം ബാധിക്കില്ല. നമുക്ക് പെട്രോളിലാണല്ലോ വണ്ടി ഓടണം, അല്ല നമുക്ക് ബാധിക്കില്ല. വീട്ടില് കൂടും, എല്ലാത്തിനും കൂട്ടിയില്ലേ അവര്, അതാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരുന്നത്. വർഷം തൊട്ട് 12 പൈസയാണ്. ഇനി 3-4 മാസത്തേക്ക് 16 പൈസ ആയിരിക്കും. ഇത്ര ഒരു 50 യൂണിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയാണോ? അത് 40 യൂണിറ്റ് വരെ ബാധകമല്ല. അത് ഈ സർക്കാർ ഒരുപാട് ജനദ്രോഹപരമായ തീരുമാനങ്ങളാണ് ഈ സർക്കാർ എടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് കേസുകളുണ്ട്. ഇത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ എല്ലായിടത്തിലും എല്ലാ പ്രോബ്ലവും അതിന്റെ അടിസ്ഥാനമാണ് ഈ വൈദ്യുതി നിരക്കുന്നത്. സാധാരണക്കാരനൊരു ഇരുട്ടടി തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര ഇരുട്ടടി. ഞാൻ അത് ഫേസ്ബുക്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു. കേരളത്തിന് കൊടുക്കാനുള്ളതൊന്നും കേന്ദ്രം കൊടുക്കുന്നുമില്ല. സാമ്പത്തികമായിട്ട് പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവകാശപ്പെട്ടതാണ് ചോദിച്ചിട്ട് പോലെ അവർ ഓരോ മുണ്ട ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കുകയാണ്. ഇപ്പൊ ഈ വയനാടിന്റെ സംഭവം തന്നെ എടുത്തത് കോടികളാണ്. ഇങ്ങോട്ട് വന്നതിന് വരെ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ 1 രൂപ പോലും നമുക്ക് തരുന്നില്ല. അപ്പൊ അതായത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഇപ്പൊ ഈ വൈദ്യുതി നിരക്ക് കൂട്ടിയതാണല്ലേ? അതായിരിക്കണം. അല്ലാതെ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ സാമ്പത്തിക നിരക്കും കൂടി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സാമ്പത്തികം പിടിക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കാം. തകർന്നു പോകാൻ പാടില്ലല്ലോ. അപ്പൊ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെറിയ പൊതുജനങ്ങളിൽ നിന്ന് അങ്ങനെ വാങ്ങുന്നതായിരിക്കണം.